10-60,000 കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഒരു ക്ലെയിം കണ്ടാൽ പോരാ, ഇവിടെ കൊണ്ടുവരണം. ആയിക്കോട്ടെ. 30,000 ഡൗൺ പേയ്മെന്റ് കാണണം. പിന്നെ സലീംക്ക നല്ല തങ്കപ്പെട്ടൊരു മനുഷ്യനാണ്. പൈസ നിങ്ങൾ വന്നു കഴിഞ്ഞൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മൂപ്പര നല്ല രീതിക്ക് കുറച്ച് തരും. ആ ഒരു വിശ്വാസം. ഇത് 85 മിഡിൽ ഓപ്ഷൻ, നല്ല മൈലേജ് ഉണ്ടാവും. 18 റേഞ്ച് മൈലേജ് കിട്ടും. മെയിൻ്റനൻസും കുറവാണ്, നേരത്തെ പറഞ്ഞത്. അത് ആളുകൾക്ക് എയർ ബാഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കാനാണ്. തുറന്ന് കാണിച്ചു കൊടുക്കാനാണ്. ഓക്കെ, എന്താ സംഭവം? എന്താ അത് സ്കോഡയ്ക്ക് മൊത്തത്തിൽ വരുന്നതാണ്. ആര് കുറച്ച് പൊട്ടി പോകരുത്. അടുത്തതാ വെറും 2,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ഇന്നോവയാണ്. വണ്ടിയുടെ പ്രൈസാണ് പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ പിന്നെയും സലീംക്കൻ്റെ അടുത്താണ്. സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. KS കാസ്, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ അടുത്തായിട്ട്, കൊണ്ടോട്ടി അല്ല, കോഴിക്കോട് എയർപോർട്ട്, അതിൻ്റെ അടുത്തായിട്ട് തറയിട്ടാൽ എയർപോർട്ട്. ഓക്കെ, പേര് നമ്മുടെ. ഓക്കെ, അപ്പോൾ എന്താ സലീം, എന്താ സ്റ്റോക്കില്? ഇന്നത്തെ സ്റ്റോക്കില് ഈ കാറുകൾ തന്നെയാണ് ഫുള്ള്. മൊത്തം കാറുകളാണ്, വേറെ അരിയും പച്ചക്കറി ഒന്നും ഇല്ല. ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഫുൾ ഓൺ വണ്ടി അങ്ങനത്തെ എല്ലാം ഉണ്ടോ? ഫുൾ ഓൺ വണ്ടികളൊക്കെ ഉണ്ട്. കഴിഞ്ഞതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് പറയും മൊത്തത്തിൽ? കുഴപ്പമില്ലാണ്ട് പോയി. പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചു. പോയി. ഓ, ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്. ഷൂ കാണിക്കാം, പിന്നെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങോട്ടേക്കുള്ള കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കാരണമുള്ള ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ആദ്യമായിട്ട് കാണുന്നവരോട് പറയാണ്, എന്താ പറയുക, ഒരു 10-70 വണ്ടി സ്റ്റോക്ക് ഉണ്ടാവും നിലവില്ല ടോട്ടൽ. ഏകദേശം കണ്ട് നോക്കിയപ്പോൾ ഏകദേശം ഉണ്ട്. അപ്പോൾ സലീം ഖാൻ്റെ നമ്പറിൽ അതിൻ്റെ കാറ്റലോഗ് കിട്ടും അല്ലേ? വാട്സപ്പ് ഡീറ്റെയിൽസ് ഹായ് വിട്ടാൽ മതി. അപ്പോൾ ഫുൾ സ്റ്റോക്ക് നിങ്ങൾക്ക് അതിൽ കിട്ടും. ഇതിൽ നമ്മൾ കുറച്ച് വണ്ടികൾ എന്തായാലും കാണിച്ചു തരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോയിലോട്ട് പോകും അല്ലേ? ഓക്കെ, ഇതാ നമ്മുടെ ആദ്യ വാഹനം ബലേനോ അല്ലേ? ബലേനോ തന്നെയാണ്. 2019 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 90,000 കിലോമീറ്റർ ഡീസലാണല്ലേ? 19 മോഡൽ, 90 ഓടിയ. സർവീസ് ഉണ്ടോ? ഫുള്ള് സർവീസ് ഹിസ്റ്ററി എടുത്തിട്ട് റീവണ്ടിയാണ്. 5.5 ലക്ഷമാണ് ചോദിക്കുന്നത്. ഫുൾ ഓൺ കൊടുക്കും ചെയ്യാം. അത് ശരി, റീവണ്ടി അല്ലേ? ഫുൾ ഓണിൽ ഒരു ബലേനോ കൊണ്ടുപോകാം. 5,50,000 രൂപ. ഡെൽറ്റയാണ് ഓപ്ഷൻ. 2019, 95,000 മീറ്ററിൽ കാണിക്കേണ്ടത്. ക്ലെയിം ഒന്നുമില്ലല്ലോ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീവണ്ടിയാന്ന് കണ്ടാൽ പറയില്ല. ആയിക്കോട്ടെ. അപ്പോൾ 5.5 ലക്ഷം അല്ലേ ചോദ്യം? ഫൈനലല്ലോ പ്രൈസ്? നോക്കി ചെയ്തോ. എത്ര? 5.5. ആയിക്കോട്ടെ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്തത് ഒരു കോമ്പാക്ട് SUV ആണ്. ടാറ്റയുടെ നെക്സോണിൻ്റെ സെക്കൻഡ് ഷേപ്പാണ്. KL 57, കൊടുവള്ളി രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ടോപ്പ് ആൻഡ് XZ പ്ലസ്. ഓക്കെ, ഏറ്റവും ടോപ്പ് മോഡൽ. സിംഗിൾ ഓണർ. പുതിയ ടയറുകൾ. പിന്നെന്താ, 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡല് 2021. അത് പറഞ്ഞില്ല, അതാ മെയിൻ. 2021 XZ പ്ലസ് ഡീസലാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി. 56,000. എന്താ, സൺറൂഫ്, പുഷ് ബട്ടൺ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. സെക്കൻഡ് കീ അവൈലബിൾ ആണ്. ക്ലെയിം എന്തെങ്കിലും റീപ്ലേസ് അല്ല? അല്ല, നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു ഓട്ടോയിൽ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, സെക്കൻഡ് കീ അങ്ങനത്തെ എല്ലാം അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. ഓക്കെ, 8,60,000 രൂപയാണ് ചോദിക്കുന്നത്. 21 ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. 8,60,000 ചോദ്യം. ലോൺ ഒരു 8 രൂപ കിട്ടും. ഒരു 10-60,000 കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഒരു ക്ലെയിം കണ്ടാൽ പോരാ, ഇവിടെ കൊണ്ടുവരണം. ആയിക്കോട്ടെ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത വാഹനം എറ്റിയോസ് ലിവയാണ്, ടൊയോട്ട. എന്താ, ഇതും ഡീസലാ? ഇത് പെട്രോളാ? 2016 പെട്രോള്. 1 സംതിങ് ഓടിയിട്ടുണ്ട്. കേരള വണ്ടിയാ? ഇല്ല, അറിയ വണ്ടിയാ? അതിഥ്യ. ഓക്കെ, അതിഥ്യ തൊഴിലാളി അല്ലേ? ഓക്കെ, ആയോ ഇങ്ങോട്ട്? 71 അല്ലേ? നിലമ്പൂരിലേക്ക് ആയിട്ടുണ്ട്. 4ാമത്തെ ഓണർഷിപ്പിലാണ്. ഇത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 3.10 ആസ്കിങ്. 3.10 2016 മോഡൽ അല്ലേ? 3,10,000 രൂപയ്ക്ക്. ഇതേത് ഓപ്ഷൻ വരുന്നത്? ടോപ്പ് ജി ആണല്ലേ? ഓക്കെ, അലവിലൊക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് അല്ലേ? എയർ ബാഗ് ഉണ്ട്. അവിടെ എടുത്ത് കളയും ചെയ്യാം അല്ലേ, ആവശ്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഫുൾ ഓണിൽ നിങ്ങൾക്കൊരു പെട്രോൾ ലിവോ കൊണ്ടുപോകാം. പെട്രോൾ ലിവോ ആകുമ്പോൾ മൈലേജ് ഒരു 12 to 15 റേഞ്ച് മൈലേജ് ഉണ്ടാവും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? മേജർ ആക്സിഡന്റുകളൊന്നുമില്ല. അടിപൊളി സീറ്റ് കവർ ഉണ്ട്. സീറ്റ് കവർ അഡീഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നീറ്റ് വണ്ടിയാണ്. എന്തായാലും ഔട്ട്ലുക്ക് ആണേ പറഞ്ഞത്. ബാക്കി എന്തായാലും ചെക്ക് ചെയ്യാം. ഓക്കെ,
അടുത്തത് കോമ്പാക്ട് സെഡാൻ കാറ്റഗറി ഹോണ്ട അമേസ് ഫസ്റ്റ് ഷേപ്പാണ്. ഇത് KL 10 ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള ആയിക്കോട്ടെ. എങ്ങനെയാ? 2013 ഡീസൽ. ഓക്കെ. എസ് മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. 20ന്റെ മേലെ തന്നെ മൈലേജ് കിട്ടുന്നൊരു വണ്ടി. മിഡിൽ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഓണർഷിപ്പിൽ 1,17,000 കിലോമീറ്റർ. 1.17 13 മോഡൽ അല്ലേ? ഓക്കെ. 1.17 ഓട്ടം ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പ്. എന്തെങ്കിലും ക്ലെയിം റീപ്ലേസ്മെന്റ് ഇപ്പം നിലവിലൊന്നുമില്ല. കേട്ടോ, നിലവിലൊന്നുമില്ല. ആയിക്കോട്ടെ. ചോദിക്കുന്ന വില 3,30,000 രൂപ. 13 വണ്ടി ഇല്ല. ഡീസലാണ്. എസ് ഓപ്ഷനാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സ്റ്റീരിയോ, ഇത്രയും ഫീച്ചേഴ്സ് വരും. 3.30 ഫുൾ ഓൺ കയറും അല്ലേ? ഫുൾ ഓൺ 2.5 to 3 വരെ നോക്കാം. 3 വരെ. ഓക്കെ. 30,000 ഡൗൺ പേയ്മെന്റ് കാണണം. പിന്നെ സലീംക്ക നല്ല തങ്കപ്പെട്ടൊരു മനുഷ്യനാണ്. പൈസ നിങ്ങൾ വന്നു കഴിഞ്ഞ് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മൂപ്പര നല്ല രീതിക്ക് കുറച്ച് തരും. ആ ഒരു വിശ്വാസം പോലെ. അടുത്ത വണ്ടിയിലോട്ട്. ഓക്കെ. ഇതാ വീണ്ടും അമേസ് തന്നെ. അമേസിന്റെ നേരത്തെ കണ്ടതിന്റെ അടുത്ത ഷേപ്പാണിത്. കേരള 57 കൊടുവള്ളി. ഇത് കേരള 57 വന്നതാണ്. റിയ ഏതാ? ഡീസലാണ്. ഇപ്പൊ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ളത്. 1,22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മോഡല് 2017 ഡീസൽ. ഏതോ ഓപ്ഷൻ വരുന്നത് എസ് ടോപ്പല്ലേ? എസ് ഓപ്ഷൻ ആണ്. പക്ഷെ അലോയ്സ് കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ അവര്? അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. നമുക്ക് വേണ്ട, ഒഴിവാക്കണ്ട. ഓക്കെ. നല്ല സീറ്റ് കവറും എല്ലാം ഉണ്ട്. സീറ്റ് കണ്ടറിയാന്ന് പറയില്ല, ബലവനെ പോലെ. അങ്ങനെ തന്നെയാ അല്ലേ? ഓക്കെ. റേറ്റ് ചോദിക്കേ? 4,30,000. 4,30,000 രൂപ. 17 പറഞ്ഞ മോഡൽ. 4 ലക്ഷമൊക്കെ ലോൺ കൊടുക്കാം കേട്ടോ. 4 lakhs ലോണും കിട്ടും. ഡീസലാണ്. മൈലേജ് ഉള്ളൊരു വണ്ടി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മൈലേജ് പറഞ്ഞോളൂ. ഇത് നേരത്തെ പറഞ്ഞല്ലോ 20 above കിട്ടും. പിന്നെ സലീം ഇതൊക്കെ ചെക്ക് ചെയ്യാനുള്ള എന്താ ഒരു നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. വണ്ടിനെ കുറിച്ച് അറിയുന്ന ആളോ അല്ലെങ്കിൽ അവർക്ക് പറ്റിയ മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഫുൾ ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ. 100% സാറ്റിസ്ഫൈഡ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അത് ഇവിടെ നല്ല എവിടെയാണെങ്കിലും നല്ല വണ്ടിയാന്ന് പറയും. അത് നോക്കണ്ട. അപ്പൊ നിങ്ങളിപ്പോ പറയുന്നത് നല്ല വണ്ടി ആയിട്ടല്ലേ? നമ്മൾ പറയുന്നത് നല്ല വണ്ടിയല്ല, ഒക്കെ മോശം വണ്ടികളാണ്. നല്ല വണ്ടിയാന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവർ ചെക്ക് ചെയ്തെടുത്തോട്ടെ. സന്തോഷമായില്ലേ? ഓക്കെ. അകലൊന്നല്ല പറയാണ്. എന്നാലും ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അതാണ് സേഫ്റ്റി. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത നല്ലൊരു ബ്ലാക്ക് സാൻഡ്രോ ആണ്. അലോയ്സ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. എങ്ങനെ? ക്വാളിറ്റി വണ്ടിയാണ്. 2005 ഡിസംബർ വണ്ടിയാണ്. പേപ്പർ 25 ഡിസംബർ വരെ ഉണ്ടാവും. 25. ഇതിന്റെ തന്നെ 2007, 27, 28 പേപ്പറിലെ വണ്ടികൾ 2-3 വേറെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിപ്പോ എടുക്കണമെങ്കിൽ കൂടുതലായപ്പോ ഇത് കാണിക്കാതിരിച്ചേ. ആയിക്കോട്ടെ. അല്ല ഇത് ഇനി റിന്യൂവൽ എടുക്കണ ഒരു 5,000-8,000 രൂപ വേണ്ടി വരുമോ? 8,000 പോരാ, 10-12 ആണോ? ഇപ്പൊ ടാക്സ് കൂടിയില്ലേ? കൂടിയോ? 50% കൂടിയില്ലേ? എന്തായാലും ഒരു 15-ക്കുള്ള വരും. 15,000-ന്റെ ഉള്ളിൽ കാണേണ്ടി വരും അല്ലേ? ഈ വർഷം ലാസ്റ്റ് വരെയാണ്. 5 വർഷത്തേക്കുള്ള ടാക്സും റിന്യൂവലും കൂടെ എല്ലാം കൂടെ 15,000-ന്റെ അടുത്ത് ഏകദേശം കാണേണ്ടി വരും. ഓക്കെ. ബാക്കി എന്നാ പറയാനാ? എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. ബാറ്ററി ഒക്കെ 85,000 രൂപ ചോദിക്കുന്നത്. 85,000. ഓക്കെ. 2025 ലാസ്റ്റ് വരെ പേപ്പറുള്ള വാഹനമാണ്. 85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അലോയ്സും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്ത വണ്ടി. ഓക്കെ. AC എല്ലാം വർക്കിംഗ് അല്ലേ? ഓക്കെ. അടുത്ത വാഗണറാണ്. KL 18 വടകര രജിസ്ട്രേഷനാണ് വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? 2011 നവംബർ വണ്ടിയാണ്. 11 നവംബർ. 69,000 കിലോമീറ്റർ. ഓക്കെ. 69,000. നല്ല ടയേഴ്സാണ്. നാലും പുതിയ ടയേഴ്സാ? അല്ല, പുതിയ ടയേഴ്സാ? ഓക്കെ. കണ്ടപ്പോൾ ഡയറക്റ്റ് തരാം, വിഷയമല്ല. പഴയ ഡയറക്റ്റ് കൊടുക്കാം അല്ലേ? ഓക്കെ. കുഴപ്പമില്ല. ബുദ്ധിമുട്ടാണ് തോന്നിയാൽ ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. 2,10,000 ചോദിക്കുന്നത്. ഒരു 1.5 വരെ ലോൺ ചെയ്യാം. ഓക്കെ. 2010 LXi ലാസ്റ്റ് 12 ലാസ്റ്റ് 11 ലാസ്റ്റ് മാസം നവംബർ. ഓക്കെ. 11 നവംബർ ലാസ്റ്റിലേക്കാണ്. 2.10 മാക്സിമം ലോണും കിട്ടും. വേറെ പണിയൊന്നുമില്ല അല്ലേ എടുക്കാൻ? ഓക്കെ. വാഗണറാണ്. ഒരു 14-17 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. ഉറപ്പിച്ച് പറയാം. ഇല്ല, ഒന്നും ഉറപ്പിക്കരുത്. നിസാൻ ടെറാനോ അടുത്ത വാഹനം. KL 71 നിലമ്പൂർ വണ്ടിയാണ്. എങ്ങനെയാ? 2014 XV 110. ഓക്കെ. ടോപ്പ് എൻഡ് വാഹനമാണ്. 110 ആണ് വരുന്നത്. 1,32,000 കിലോമീറ്റർ ഓടിയുണ്ട്. മൂന്നാമത്തെ ഓണർഷിപ്പിൽ 3.5 ലക്ഷം രൂപ. 3,50,000 രൂപയ്ക്ക് കൊണ്ടുപോകും അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? 3 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം കേട്ടോ. 50,000 കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. 110 ആണ്. കുറച്ച് പവർ ഇതൊക്കെ കൂടും, പക്ഷേ മെയിൻ്റനൻസും അതിനനുസരിച്ചിട്ട് കുറച്ച് കൂടും അല്ലേ? ഉപയോഗിക്കാൻ മതി. അതെ, വെറുതെ ഷെഡിലിട്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. എന്നാലും 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വണ്ടി ഇറക്കി കൊണ്ടുപോകാം.
ടെറാറ വേണ്ടില്ല, ഇനിയൊരു ഡസ്റ്റർ കാണാം. KL 41 ആലുവ രജിസ്ട്രേഷൻ വണ്ടി, ബ്ലാക്ക് ആണ്. ഇതും 2014 തന്നെയാണ്. സെയിം മോഡലാണ്. 85 PS ആണ്. ഇത് 85 മിഡിൽ ഓപ്ഷൻ, നല്ല മൈലേജ് ഉണ്ടാവും. 18 റേഞ്ച് മൈലേജ് കിട്ടും. മെയിൻ്റനൻസും കുറവാണ്, നേരത്തെ പറഞ്ഞു. മൂന്നാമത്തെ ഓണർ, 1,58,000 കിലോമീറ്റർ. സെയിം തേർഡ് ഓണർ തന്നെ അല്ലേ? 158 മിഡിൽ ഓപ്ഷൻ ആണ്. RXL എത്ര കൊടുക്കാത്? ഇത് 390. 3,90,000 രൂപയ്ക്ക് 2014 85 PS വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറില്ലേ? ലോണ് 3 lakh വരെ കയറും. ഒരു 90,000 കാണുമല്ലേ ഇറക്കണമെങ്കിൽ? ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. അടുത്തത് ഒരു പ്രീമിയം കാറ്റഗറിയാണ്. ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് BMW X1 KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി. 2013 കേരള വണ്ടിയാണ്. 13 മോഡൽ ഒറിജിനൽ കേരള വാഹനം. ഓക്കെ. 1,17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.17 മൂന്നാമത്തെ ഓണർഷിപ്പിൽ. 990. 9,90,000 രൂപ. 2013 വണ്ടി. ഓക്കെ. ഇതിന് സർവീസ് ഒക്കെ ഉണ്ടോ? ഹിസ്റ്ററി കിട്ടിയിട്ടില്ല, എന്തായാലും ഷോറൂം ഉണ്ടാവും. ഓക്കെ. നോക്കണം. വേറെ മോഡലൊന്നുമില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ. 990 പറഞ്ഞേ. ഓക്കെ. 2013 വണ്ടിയാണ്. 8 രൂപയ്ക്ക് ലോൺ കിട്ടുമായിരിക്കും. 8 ലക്ഷം. ഓക്കെ. അപ്പോൾ ഒരു 1-2 ലക്ഷത്തിനടുത്ത് ലോൺ ഡൗൺ കാണണമല്ലേ? അതെ. ഓക്കെ. എന്താ അങ്ങോട്ടൊക്കെ ഒരു ശ്രദ്ധ? വണ്ടി ആയിക്കോട്ടെ. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തതാ ടാറ്റ സഫാരി. ഡൈക്കോറഞ്ച് വരുന്ന ടാറ്റയുടെ സഫാരി KL 10 രജിസ്ട്രേഷൻ വാഹനമാണ്. കേരള വണ്ടിയല്ല ഒറിജിനൽ? കേരള വണ്ടി. 2011 മോഡൽ. ഡീസൽ. ഓക്കെ. 95,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. ഓക്കെ. ബിഗ് ബിയിലെ മമ്മൂക്ക എടുത്ത് കറക്കിയ സാധനം അല്ലേ? ഓക്കെ. നമ്പറും അട്രാക്റ്റീവാ. 6666 ഫാൻസി നമ്പറുമാണ്. നമ്പറിന്റെ ക്യാഷ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. 2,70,000 രൂപ. അതേ ചോദിക്കുള്ളൂ, വണ്ടിക്കൊന്നും വേണ്ടല്ലേ? ഓക്കെ. 270. ഇതിന്റെ ഫംഗ്ഷൻസ് എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. ഉറപ്പല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ സഫാരിയാണ്. നിങ്ങൾക്ക് ഓട്ടോ എത്ര കാണിക്കുന്നത്? 95,000 കാണിക്കുന്നുണ്ട്. ഓക്കെ. ക്ലെയിമർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല. ഒന്നുമില്ല. ഫംഗ്ഷൻസ് എല്ലാം ക്ലാസ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഫംഗ്ഷൻസ് ഒക്കെ വർക്കിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. 2011 മോഡലാണ്. 295 പറഞ്ഞേ. ഇപ്പോൾ 270. സോറി 270. ലോൺ എന്തായാലും കിട്ടൂലല്ലോ സഫാരിക്ക്. ഓക്കെ. നിർത്തിയ മോഡലാണ്, അതുകൊണ്ട് ലോൺ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. 270 കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് വെറും 2,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ഇന്നോവയാണ്. വണ്ടിയുടെ പ്രൈസാണ് പറഞ്ഞത്. 2005 മോഡല്, 2006 റേസർ. പിന്നെ 26 വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് ഇന്നലെ പുതിയ ഇൻഷുറൻസ് എടുത്താണ്. ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് നോക്കണ്ട. 26 വരെ പേപ്പറും ഉണ്ട്. ക്ലെയിം കാര്യങ്ങളൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ്. അതേപോലെ ടയറുകൾ 4 ടയറും ഫുള്ളാണ്. 4 ഫുൾ ടയറാണ്. സീറ്റ് കവേഴ്സും എല്ലാം ഓക്കെ. എല്ലാം വർക്കിംഗ് അല്ലേ? എഞ്ചിനും വർക്കിംഗ് അല്ലേ? അല്ല, എഞ്ചിൻ വർക്കിംഗ് അല്ലേ? ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ പ്രൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോകാം. 26 വരെ പേപ്പറുള്ള വാഹനമാണ്. ഓക്കെ. ഫംഗ്ഷൻസ് എല്ലാം വർക്കിംഗ് ആണ്. ലോണും കാര്യമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇതിന് റിന്യൂവൽ എടുക്കണമെങ്കിൽ ഒരു 15,000 കണ്ടാൽ മതിയോ? കഴിഞ്ഞിട്ട്? ഓക്കെ. അത്രയും കണ്ടാൽ റിന്യൂവലും കിട്ടും 5 വർഷത്തേക്കുള്ള. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തത് ഒരു അടിപൊളി ബ്ലാക്ക് അൾട്ടോ ആണ്. KL 5 വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2005 LXi. ഓക്കെ. 22,000 കിലോമീറ്റർ. പേപ്പർ ആക്കണേ മുന്നിൽ വലുതാക്കി. വണ്ടീൻ്റെ പേപ്പർ ഒക്ടോബർ. 25 വരെയാ? 2025 ഒക്ടോബർ വരെയാണ് നിലവിൽ പേപ്പർ ഉള്ളത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എടുക്കണം. AC പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. 4 പുതിയ ടയറാണ് കേട്ടോ. ഇത് നമ്മൾ ചോദിക്കുന്നത് 85 ഞാൻ അതേ സാധനം തന്നെയാണ്. ചോപ്പൊന്നും പവർ സ്റ്റാറിംഗ് ഉണ്ടാവില്ല. 65 രൂപ. 65-നും 85-നും ഉണ്ട്. ഇതിപ്പോൾ 25 ഒക്ടോബർ വരെ പേപ്പറുള്ള വണ്ടി. ഓക്കെ. പ്രൈസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലേ? വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി A-Star ആണ് മാരുതി സുസുക്കിയുടെ KL 10 മലപ്പുറം വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2010 LXi. ഓക്കെ. 26 4 മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. പുതിയ ഇൻഷുറൻസ് പെടുത്താണ്. പേപ്പർ വന്നിട്ട് 2025 9 മാസം വരെ ഉണ്ട്. 9 മാസം വരെ. 4 പുതിയ ടയറാണ്. 1,35,000 രൂപ. 1.35 അല്ലേ? 2025 ലാസ്റ്റ് വരെ പേപ്പറുള്ള വാഹനം. നമ്പർ. ഓക്കെ. 1.35 ഉണ്ടാവും. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നും? ചെറിയൊരു ക്രാക്ക് ഗ്ലാസ്സിന് വന്നിട്ടുണ്ട്. 1.35 നമ്മളത് മാറാനുള്ള ക്യാഷ് മൈനസ് ആക്കി കൊടുക്കും. മാറിയാൽ മതി. 5 വർഷം മുമ്പ് വന്ന ക്രാക്കാണ്. എത്ര? ഈ വണ്ടിക്ക് 5 വർഷം മുമ്പ് വന്നാണ്. നിങ്ങൾക്ക് 10 വർഷം അല്ലേ അത് ക്രാക്കായിട്ട്? ഓക്കെ. ഇങ്ങനെ എന്ന് പരിചയപ്പെട്ട് വന്നു തുടങ്ങിയത് 4-5 വർഷമായിട്ടുണ്ടോ? ഓക്കെ. ലോണൊന്നും കിട്ടൂല എന്തായാലും? ലോണ് കിട്ടുകയൊക്കെ ചെയ്യും. എത്ര? 80 രൂപ കിട്ടും.
അങ്ങനെ സേട്ടുവാണി ഒരു 50 കിട്ടും. സേട്ട് പിന്നെ ഇവിടുത്തെ ലോക്കൽ ഏരിയയിലേ കൊടുക്കുള്ളൂ, അത്രേ ഉള്ളൂ. ശ്രീറാം എന്തായാലും നോക്കാം അല്ലേ, അങ്ങനത്തെ ഫിനാൻസുകൾ നോക്കാൻ പറ്റും. മൈലേജ് ഒരു 12, 14, 15, അത് 14-16 റേഞ്ച് കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് സ്കോഡയുടെ ഒക്ടാവിയ KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഒരു പ്രീമിയം കാറ്റഗറി ഡീസലാണ്, നല്ല മൈലേജ് ഉണ്ടാവും. എത്ര കിട്ടും മൈലേജ്? 20 കിട്ടും. ഇത്രയും സേഫ്റ്റിയും പ്രീമിയം ഒരു ഡ്രൈവിംഗ് 2007 ഡിസംബർ വണ്ടിയാണ്, 2006 ഡിസംബർ. ഇപ്പോൾ പേപ്പർ 26 ഡിസംബർ ഉണ്ടാവും. 26 ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. ഒന്നാമത്തെ ഓണർഷിപ്പിലുള്ളത് 1,70,000 കിലോമീറ്ററാണ് ഓടിയത്. 170 തേർഡ് ഓണർഷിപ്പ് അല്ല. ഓക്കെ, വില ചോദിക്കുന്നത് 1.5 ലക്ഷം. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. 1,50,000 രൂപയ്ക്ക് 2026 ഡിസംബർ വരെ പേപ്പറുള്ള ഒക്ടാവിയ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് ഫുൾ ഓപ്ഷനിൽ ഫുള്ളല്ല, ഇതിന്റെ മിഡിൽ അല്ല. ഓക്കെ, നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എയർ ബാഗിന്റെ അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചുണ്ടല്ലോ, അത് ആളുകൾക്ക് എയർ ബാഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കാനാണ്. ഓക്കെ, എന്താ സംഭവം? എന്താ അത് സ്കോഡയ്ക്ക് മൊത്തത്തിൽ വരുന്നതാണ്. ആര് പോഷൻ പൊട്ടി പോകരുത്, ഹോണിന്റെ ഭാഗം പൊട്ടിപ്പോ. അത് ഒരുവിധം പഴയ സ്കോഡുകൾക്ക് അത് അതേമാതിരി ലോറൊക്കെ മറ്റേ ഡിസ്പ്ലേ അല്ലേ മീറ്ററിന്റെ, അതൊക്കെ പെട്ടെന്ന് പോകും. ഓക്കെ, വേറെ എയർ ബാഗ് ചാടിയൊന്നുമല്ല? ചാടിയില്ല. അത് ചാടിയിട്ടില്ല എന്ന് അറിയിക്കാനാണ് ഇവർ സ്റ്റിക്കർ ഒട്ടിച്ചേ. തുറന്നു നോക്കാനാ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ പോയിക്കോളി. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. പോലെ പോലെ അപ്പോൾ ലോണും കാര്യമൊന്നും കിട്ടൂല. എന്തായാലും ഇതിനൊരു മെയിൻ്റെനൻസ് നിങ്ങൾ കാണണം, എടുത്തു കൊണ്ടുപോകാം. ചെറിയ വില നേരിച്ചിട്ട് എടുത്ത് കൊണ്ടുപോകുന്നുണ്ടാ? അത് ഇപ്പം കംപ്ലൈൻസുകളൊന്നുമില്ല. കേട്ടോ. ഓക്കെ, മൈലേജ് ഉണ്ട് എന്തായാലും. ഓക്കെ, ഒരു പ്രീമിയത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടി. എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് സലീം കെയറിൻ്റെ കാറ്റലോഗിൽ ആ നമ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ കാറ്റലോഗ് കിട്ടും, ഫുൾ ഡീറ്റെയിൽ അതിലുണ്ടാവും അല്ലേ. പിന്നെ വില ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ വീഡിയോ പറയുന്നത് നോക്കണ്ട, നല്ലൊരു മനുഷ്യനാണ്, എല്ലാത്തിനും കുറച്ച് തരുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. താങ്ക് യു സലീം കാ. ഓക്കെ, ബൈ.